നിലവിൽ മലപ്പുറം ജില്ലയിലെ കേരള കോൺഗ്രസ് ജോസഫ് ജില്ലാ വൈസ് പ്രസിഡന്റാണ് സിമോൻ ജോർജ്. കേരള കോൺഗ്രസ് ഒരുമിച്ച് നിന്ന കാലത്ത് വല്ലതും കേസുകളിൽ ഉണ്ടായിരുന്നായിരിക്കും. അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഈ അടുത്ത നാളിൽ ഒരു 15-20 വർഷമായിട്ടൊന്നും കേരള കോൺഗ്രസ് എമ്മുമായിട്ട് യാതൊരു ബന്ധവും ഒരുമിച്ച് ചേർന്ന് ഡൽഹിയിൽ പോയി അമിത്ഷായെ കണ്ടിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്നോട് ചോദിക്കേണ്ട. UDFൻ്റെ അധ്യക്ഷൻ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം അറിയാം. നിങ്ങൾ ചോദിച്ചാൽ മതി. ചോദിച്ചോളാം. അദ്ദേഹം പറയും. അതാണ് ബന്ധം. ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് ഒരുമിച്ച് പോയി. ഇതൊക്കെയാണ് ഇതിൻ്റെ തെളിവ്. ഇതൊക്കെയാണ് നിങ്ങൾ മുമ്പ് പറഞ്ഞ കാര്യത്തിൻ്റെ തെളിവ്. അതാ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം UDFൻ്റെ അധ്യക്ഷൻ അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാമല്ലോ, അവിടെ BJP സ്ഥാനാർത്ഥി നിർത്തുന്നതാണ് തീരുമാനിച്ചത്. BJP അധ്യക്ഷൻ പ്രഭാഷണം പറഞ്ഞല്ലോ, ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല. അപ്പോൾ സ്ഥാനാർത്ഥി ഇല്ലാത്ത സ്ഥിതിയിൽ അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്ത അന്തർധാരയാണെന്നുള്ള കാര്യത്തിൽ ഡെപ്യൂട്ടേഷൻ സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും കേരളത്തിൽ ആർക്കുമില്ല. ആ ബന്ധങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ യോഗ്യൻ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം അറിയതെല്ലാം. നിങ്ങൾ അദ്ദേഹം ചോദിച്ചാൽ മതി. അത്രയും മാത്രമേ ഞാൻ പറയുന്നത്. മഹാരാഷ്ട്ര കേസിന് പോയ വലിയ പ്രശ്നമാണ്. അല്ല, വരട്ടെ, നോക്കാം. ഞാൻ തെളിവെടുത്താൽ പോലെ. ഈ വർഷമാണോ കഴിഞ്ഞ വർഷം? അല്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയില്ല. ഇപ്പം ഇത്രയും വ്യക്തമാക്കുന്നു. അപ്പോൾ ആ കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടാണ് ഈ സ്ഥാനാർത്ഥി. എല്ലാം ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടിയില്ലേ? UDFൻ്റെ പിന്നെ 3 പഞ്ചായത്ത് മെമ്പർമാർ ഒരാളല്ലേ പഞ്ചായത്ത് പ്രസിഡന്റായത്. 5 BJP മെമ്പർമാരുടെ പിന്തുണയോടുകൂടി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഒരു MLA വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളെ പരിശോധിക്കണം നിങ്ങൾ. അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. ശരി.